ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള പാകിസ്ഥാന്റെ ഇമ്രാൻഖാൻ ജയിലിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതേസമയം ഇമ്രാൻഖാൻ ഇപ്പോൾ ആശുപത്രിയിലാണ്. ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നാണ് പറയപ്പെടുന്നത്. അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ജയിലിനകത്ത് ഇരയായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ആ ഇമ്രാൻഖാന്റെ പാർട്ടി ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ കലാപത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ വലിയ യുദ്ധഭീതിയിലാണ്, മറുഭാഗത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, വേറൊരു ഭാഗത്ത് ടെഹ്രീകെ താലിബാൻ. ഇപ്പോഴിതാ ഇമ്രാൻഖാന്റെ പാർട്ടിയും വലിയ കലാപത്തിന് ആഹ്വാനം കൊടുത്ത് തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമോ എന്നറിയില്ല, കാരണം കോപ്പറേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ പോലും റിമൂവ് ചെയ്ത് കളയും. എങ്കിലും ഞങ്ങളത് മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നതാണ്. PTA വർക്കേഴ്സ്, അതായത് ഇമ്രാൻഖാന്റെ പാർട്ടിയാണ് PTA. ഈ PTAയുടെ വർക്കേഴ്സ് സിന്ധിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ സപ്പോർട്ടറായിട്ടുള്ള ആദിയാല ജയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഇമ്രാൻഖാനെയും അടിയന്തരമായി പുറത്തിറക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ അവസരം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നേരത്തെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ അവിടെയുള്ള സിന്ധ് പ്രവിശ്യയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആഭ്യന്തര കലാപത്തിന്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പൊട്ടിപ്പുറപ്പെടലാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇമ്രാൻഖാനെ പുറത്തിറക്കിയില്ലെങ്കിൽ നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ അണികൾ ഭീഷണി മുഴക്കിയിരുന്നത് ഒരു പുതിയ സമരമുറ അവർ അവലംബിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. അത് രാജ്യത്തെ നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കില്ല, നിയമലംഘന സമരം എന്നാണ് അവർ അതിന് പറഞ്ഞിരുന്നത്. എന്തായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു സമരം കൂടെ അവർ കൊണ്ടുവരികയാണെങ്കിൽ പാകിസ്ഥാൻ പട്ടാളത്തിൽ ആളില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കൂലി പട്ടാളത്തെ ഇറക്കുകയാണ്, അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിലെ ആൾക്കാർക്ക് ദിവസക്കൂലി കൊടുത്താണ് പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ അവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രക്ഷോഭം കൂടെ താങ്ങാനായി പാകിസ്ഥാന് കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.